കോഴിക്കോട് സൗത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ AP അബ്ദുൽ വഹാബിൻ്റെ അവസാനഘട്ട പ്രചരണത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നറിയാം. എന്താണ് ഇനി നിങ്ങൾക്ക് പ്രചരണ രംഗത്ത് ബാക്കിയുള്ളത്? പ്രചരണ രംഗത്ത് ഇനി പ്രത്യേകിച്ച് ഒന്നും ബാക്കിയില്ല. ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പരസ്യ പ്രചാരണ പരിപാടികൾ അവസാനിക്കും. ഞങ്ങൾ ധാരാളം വോട്ടർമാരെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വീടുകളിൽ കയറി ഇറങ്ങി 10,000-കണക്കിന് വോട്ടർമാരെ നേരിട്ട് സംസാരിച്ചു. വളരെ ആശാവഹമായ പ്രതികരണങ്ങളാണ് വോട്ടർമാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നും നാളെയുമായിട്ട് 2 ദിവസം, നാളെ നിശബ്ദ പ്രചരണമാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല, നമ്മൾ സ്വാഭാവികമായിട്ടും വോട്ടർമാരെ കണ്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥി മണ്ഡലം വിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചതായിരുന്നു. അദ്ദേഹം ഈ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കേണ്ടി വന്നപ്പോൾ ശക്തമായ മത്സരം വരും, മണ്ഡലം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പം RSSുമായിട്ട് കൂടിയാലോചന നടത്തി. RSSൻ്റെ പ്രമുഖരായ നേതാക്കൾ കോഴിക്കോട് ലീഗ് ഹൗസിൽ വന്ന് അവർ രഹസ്യമായിട്ടാണ് ചർച്ച നടത്തിയത്. പക്ഷേ അത് പരസ്യമായി. പിന്നീടും RSS മുസ്ലിം ലീഗ് നേതാക്കൾ ചർച്ച നടത്തി. ഈ മണ്ഡലം ഈ പറയുന്ന കക്ഷിക്ക് നിലനിർത്തി കൊടുക്കാൻ RSS ഏറ്റിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BJPയുടെ പ്രചരണ വാഹനങ്ങളിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ പ്രചരണ വാഹനങ്ങളിൽ നിന്നും ഒരേ പ്രചരണമാണ് എനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിലുള്ള വേദന എന്നോട് ഒരുപാട് വോട്ടർമാർ പങ്കുവച്ചു. അവസാനം എന്തായിരിക്കും ഇവിടുത്തെ ഫലം എന്നാണ് താങ്കൾ കരുതുന്നത്? യാതൊരു സംശയമില്ല, ഈ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കും. അവസാന മണിക്കൂറുകളിലും വളരെ ശക്തമായ ഒരു മത്സരത്തിൻ്റെ പ്രതീതി തന്നെയാണ് കോഴിക്കോട് സൗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാന വോട്ടർമാരെയും കണ്ട് വിട്ടുപോയ അവസാന വോട്ടർമാരെയും കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് കോഴിക്കോട് സൗത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ AP അബ്ദുൽ വഹാബ്.